ഹായ് ഫ്രണ്ട്സ്, ഇപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്നലെ സെക്കൻഡ് ഷോ ആണ് നമുക്ക് ഗുമസ്തൻ മൂവി കാണാൻ പറ്റുന്നത്. കുറേ ദിവസമായി ട്രൈ ചെയ്യുന്ന മാസാവസാനം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ തൃശ്ശൂർ ശോഭാ സിറ്റിന്ന് പടം കണ്ടു. ഏകദേശം ഒരു 80% ആളുകളുണ്ടായിരുന്നു പടത്തിന് വരെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ട് ആളുകൾ കയറുന്നൊരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. അപ്പം നമ്മൾ ഓൾറെഡി ഈ പടത്തിൻ്റെ ട്രെയിലർ റിയാക്ഷൻ നമ്മൾ ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പടത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലത്തെ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് ഈ പടം കണ്ടപ്പോഴും കിട്ടിയത്. എൻ്റെ ആ റിയാക്ഷൻ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ ഒരു സെയിം സംഭവം തന്നെ നമുക്ക് കിട്ടിയത്. പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമൽ കെ ജോബി സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ മൂവിയാണ്. ബാങ്ക് ഹവേഴ്സിൻ്റെ ഒരു പടം ആൾ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം നടക്കുന്ന ബാങ്കിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായിട്ട് ഒരു ത്രില്ലർ മൂവി, ഒരു മരണം നടക്കുകയാണ്. ആ പടം കാണാത്തവരുണ്ടെങ്കിലൊന്നും വൺ ടൈം കാണാനുള്ള ഒരു പടമുണ്ട്. ചെറിയ ഫിലിമാണ്, രസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആള് സംവിധാനം 2012 13 ആ പടം ചെയ്തിട്ടുള്ളത്. പിന്നെ ആള് ചെയ്യുന്ന പടം ഇതാന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ നല്ലൊരു കഥ, ആ കഥയെ ഡെവലപ്പ് ചെയ്തിട്ട് നല്ല രീതിയിലൊരു കൊലപാതകം, ഒരു മരണം നടക്കുകയാണ്. ആ മരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പോലീസും മീഡിയാസും എല്ലാവരും നാട്ടുകാരൊക്കെ ഇടപെട്ടിട്ടുള്ള സംഭവങ്ങൾ. അപ്പം അത് നമുക്കറിയാം, എന്താ സംഭവിച്ചുള്ളതൊക്കെ അറിയാം. പക്ഷെ അവിടെ തെളിവുകൾ വേണം, കാര്യങ്ങൾ വേണം. പിന്നെ ഇത് നല്ലൊരു സസ്പെൻസ് ഉണ്ട്. അത് വെച്ച് ഡെവലപ്പ് ചെയ്യുന്നൊരു പടം നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഇൻ്റർവെൽ ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഇൻ്റർവെലിന് ശേഷം ഞാൻ കുറച്ച് കഥയിലേക്ക് എത്താനുള്ള ടിസ്റ്റും കാര്യങ്ങളൊക്കെ ചെറിയ ലാഗ് അടിപ്പിക്കുന്നുണ്ട്. പടത്തിൻ്റെ ലെങ്ത്ത് കുറച്ച് അധികം ഉണ്ട്. 2 മണിക്കൂർ 27 മിനിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് ട്രിം ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് പടം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ആ ഒരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ പോയത് പടത്തിന്. അതിക്ക് ഞാൻ എന്താ പറയുക, ചോറ് ആഗ്രഹിച്ച് പോയിട്ട് നമുക്ക് ബിരിയാണി കിട്ടിയ ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ അത്രയും നല്ല രീതിയിൽ സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിലൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ അഭിനയിച്ച എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കാൻ വരാം. പക്ഷെ ഈ കാസ്റ്റിങ്ങിലൊന്നും കൂടി ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ആ ബഡ്ജറ്റിൽ അവർ പ്ലാൻ ചെയ്തു. എല്ലാവരും നന്നായി കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കൂടി കുറച്ചും കൂടി റേഞ്ച് ഓഫ് ആക്ടേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പടം ചിലപ്പോൾ വേറെ ലെവലിൽ കത്തിയിടുന്നു. ഇപ്പോൾ സംഭവം നന്നായി കളിക്കുന്നുണ്ട്, പടം വിജയിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, വിജയിക്കട്ടെ. പക്ഷെ അങ്ങനെ ഫീൽ എനിക്ക് തോന്നി. പല ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർ ഫേസ് ഇങ്ങനെ വന്നു. പക്ഷെ ഇവർ നന്നായി ചെയ്തിട്ടുണ്ട്. ഇവർ ഫണ്ടിൻ്റെ ഒക്കെ വെച്ചിട്ട് ഇവർ പ്ലാൻ ചെയ്തിട്ടാവും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൽ അഭിനയിച്ച് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ടായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോൾ ഒരു ഫണ്ട് ഉണ്ടാവും. ആ ഫണ്ടിനെ വെച്ചിട്ടാണ് ഇവർ പടം ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നല്ല അവസരങ്ങൾ ഉണ്ട്, അത് പെർഫോം ചെയ്തിട്ടുണ്ട്, എല്ലാം നമുക്ക് പറയാം. പിന്നെ നമ്മളൊരു ഫിലിം കാണാൻ പോകുന്ന സമയത്ത് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ഇത് ചെയ്യുന്ന ആള്, ഡയറക്ടർ, ഇതിൽ അഭിനയിക്കുന്ന ആളുകൾ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പോവുക. ഇപ്പോൾ ഒരു കപ്പ എന്ന പടം കാണാൻ പോണ സമയത്ത് ഞാൻ അതിന് ട്രെയിലറിൻ്റെ സമയത്തേക്ക് എനിക്കുണ്ടായിരുന്ന മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. ഇടുക്കിയിൽ നടക്കുന്നൊരു ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് പാഷനായിട്ടൊരു യുവാവ് എത്താൻ വേണ്ടിയിട്ടുള്ള സംഭവം, വീട്, കാര്യങ്ങൾ, കുറച്ച് ഇമോഷൻസ്, പ്രണയം നമുക്കറിയാം. നമ്മൾ ശക്തി എന്തുപോലെ ഗാനൊന്നും കമ്പയർ ചെയ്തിട്ട് ആ പടം കാണാൻ പറ്റി കാര്യമില്ല. അപ്പോൾ സ്പോർട്സ് പടമാണ് ഇത്. പക്ഷേ ഇത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര നല്ല ഫീൽ എനിക്ക് കിട്ടിയത്. പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലെടുത്തിട്ടത്. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ചെയ്ത നമുക്കറിയാം, ആളൊരു പടം ചെയ്തിട്ടുള്ളൂ. ആളെ ചെയ്ത പടം നല്ല രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മൈൻഡ് സെറ്റിൽ പോയപ്പോൾ എനിക്ക് നല്ലൊരു ഫീലാണ് പടത്തിലേക്ക് കയറും. പടത്തിൽ ആദ്യം പറയാനുള്ള പെർഫോമൻസുകളാണ് കേട്ടോ. പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിച്ച എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ല റോള് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിബിൻ ജോർജ് എന്നൊരു ആക്ടർ നമുക്കറിയാം. ആളൊരു എന്താ പറയുക, ആള് കഴിവ് വെച്ചിട്ട് ആൾ എല്ലാ മേഖലയിലും നിറഞ്ഞാടുന്ന ഒരാളാണ്. ആക്ടിങ് ആൾക്ക് പെട്ടെന്ന് വഴങ്ങുന്നു തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾ ചെയ്ത 2 പടങ്ങളൊക്കെ നല്ല ഹിറ്റായിരുന്നു. നല്ല രസമായിട്ട് പുഞ്ചിരിയോട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ്, കോമഡി ഒക്കെ പറയുന്ന നടനാണ്. കുറച്ച് സമയമുള്ള ആള് അത് ആ രീതിയിൽ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. മ്യൂസിക് പാഷനായിട്ട് അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നിൽക്കുന്ന യുവാക്കളുടെ ഒപ്പമുള്ള ഒരാളായിട്ടാണ് ആൾ വരുന്നത്. നല്ല രസം പിടിച്ച ക്യാരക്ടറാണ്. ഈ പള്ളിപ്പാടൻ്റെ മകൻ്റെ ക്യാരക്ടറാണ് ആൻഡ്രൂസ് പള്ളിപ്പാടൻ. അതുപോലെ ദിലീഷ് പോത്തൻ വളരെ കുറച്ച് സമയം ഈ പടത്തിലുള്ളൂ കേട്ടോ. പക്ഷെ ഉള്ള സമയം ഈ പടത്തിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ബാക്കി നമ്മുടെ പടത്തിലെ നായകനെ ഹൈലൈറ്റ് ചെയ്യാനുള്ള അങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റ് കാസ്റ്റിംഗ് ആണ്. കുറച്ച് നേരമുള്ള ഇവരെ കുറച്ച് സമയം കൊണ്ടുവന്നിട്ടുള്ള ഫണ്ടിന്റെ ഇതായിരിക്കും. അല്ലെങ്കിൽ ഇവർക്കൊക്കെ ത്രൂ ഔട്ട് റോള് കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ പടത്തിലുണ്ട്. റോണി ഡേവിഡ് ആക്ടർ എന്നുവെച്ചാൽ ഡേവിഡ് രാജ് പോലീസ് SI ആയിട്ടാണ് വരുന്നത്, SH ആയിട്ടാണ് വരുന്നത്. രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അലക്സാണ്ടർ പ്രശാന്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.
അസീസ് നെടുമങ്ങാട്. ആള് ആസ് യൂഷ്വൽ ഇതിൽ ആള് ഡിഫറെൻ്റ് ആയിട്ട് കോമഡി ഭാഗത്തിലേക്കാണ് തിരിച്ചു വന്നിട്ടുള്ളത്. ആള് നമുക്കിപ്പോൾ അങ്ങനെ കാണാൻ ഇഷ്ടമില്ല സത്യം പറഞ്ഞാൽ. ആള് അത്ര നല്ല കുറെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഇനി ആളങ്ങനെ കാണാൻ ഇഷ്ടമില്ല. പക്ഷേ ഇതിൽ പടത്തിൽ വെറുപ്പിക്കാത്ത രീതിയിലാണ് ചെയ്തിട്ടുണ്ട്. ഷാജു ശ്രീധർ നമുക്കൊരു രസം പിടിച്ചൊരു പോലീസ് ഓഫീസർ, അത്യാവശ്യം പാഷനേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഭയങ്കര അപ്ഡേറ്റ് ഉള്ള എന്ത് പ്രതികരണശേഷിയുള്ള ഒരു പോലീസ് ഓഫീസർ ഷാജു. രസം, നല്ല രസമാണ്. ഈ പടത്തിൽ മെയിൻ ക്യാരക്ടറായിട്ടാണ്. അതുപോലെ ജെയ്സ് ജൂസ്, ഈ ചെങ്ങാതിയെ നോമിച്ചു. ഇയാളാണ് ഗുമസ്ത്, ഇയാളുടെ പടമാണിത്, ഇയാളാണ് എല്ലാം ചെയ്തു കൂട്ടുന്നത്. പക്ഷെ തെളിവ് വേണം. നമുക്ക് ഇന്ത്യൻ നിയമവശങ്ങളെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, ഇന്ത്യൻ നിയമമാണെന്ന് പറയും. പക്ഷെ ഏറ്റവും നല്ല നിയമവശങ്ങൾ ലോകത്തിലെ പല തരങ്ങളും ഇന്ത്യയിൽ ഭയങ്കര നല്ല നിയമമാണ്. പക്ഷെ ഇവിടുത്തെ നിയമവശങ്ങൾ ഭയങ്കര നെഗറ്റീവ് കൊണ്ട് പല പടങ്ങളും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. തെളിവില്ലാത്ത വിഷയങ്ങൾ, ഇപ്പം പ്രതിയെ കിട്ടിയിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് അവനെ തിന്ന് കൊഴിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകളും പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്തവൻ ഇവിടെ നിയമങ്ങൾക്ക് ഒരുപാട് ലൂപ്പ് പോയിന്റ്സ് ഇവിടെ ഉണ്ട്. അപ്പം അതുപോലെ ഇവിടെ സംഭവിക്കുന്ന കാര്യത്തിന് ഭയങ്കര കുറേ സംഭവങ്ങളുണ്ട്. അതനുസരിച്ച് അത് നല്ല നോളേജ് ഉള്ളൊരു ഗുമസ്തനും ഏകദേശം 30-35 കൊല്ലമായിട്ട് ആൾ ഈ ഫീൽഡിലാണ്. വക്കീലിനേക്കാളും നോളേജ് ഉണ്ട്. വാദിക്കാൻ വക്കീൽ വേണം, പക്ഷേ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഈ ഗുമസ് ഇത്രയും കഴിവുള്ള ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇയാൾ ഇത്ര കഴിവുള്ള ആളാണെന്ന് എനിക്ക് അറിയേണ്ടതാണ്. ഇയാൾ ഒരുപാട് പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ലൂസിഫറിൽ ആരേൻ്റെ ഒപ്പം ബാക്കിൽ ഒരു നിൽക്കുന്നൊരു ടീമുണ്ട്, 4000 ഒരാളാണ് ഇയാൾ. അതുപോലെ തന്നെ 2012 ഷിഹാസ് ഫിഷർമാൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ശിക്കാരി ശംഭൂലുണ്ട്, കുട്ടനാടൻ ബ്ലോഗ് മമ്മൂക്കയുടെ പടത്തിലുണ്ട്, ജോണി ആന്റണി എസ് പപ്പി ഉണ്ട്, ആറാട്ടിലുണ്ട്. ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 25-26 പടങ്ങൾ തമിഴിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൾക്ക് നല്ല ക്യാരക്ടർ കിട്ടിയത് ഇപ്പോഴാന്ന് പറയാം. ക്യാരക്ടർ കിട്ടിയപ്പോൾ ആളത് അഴിഞ്ഞാടി ആ രീതിയിലാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. അടിപൊളി ക്യാരക്ടർ, രക്ഷയില്ലാത്ത രീതിയിലും ചെയ്തിട്ടുണ്ട്. ഇയാളെ കണക്ട് ചെയ്തിട്ടാണ് പടം വരുന്നത്. അതൊരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് എത്തി നിൽക്കുക, ത്രില്ലറാണ് സാധനം. അത് ക്ലൈമാക്സിൽ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. പടം 2 മണിക്കൂർ 26 മിനിറ്റ് എന്നുള്ളത് കുറച്ച് ചെറിയ ലാഗ് എനിക്ക് ഫീൽ, ചെറിയ ലാഗ് അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ ടെക്നിക്കലി അടിപൊളിയാണ്. BGM എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട് ബിനോയ് എസ് പ്രസാദ് BGM ചെയ്തിട്ടുള്ളത്. അത് ചില സീനുകളിലൊക്കെ BGM പടത്തിന് വേറെ ലെവലിൽ കൊണ്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. 3 രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ BGM ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഗുമസ്തന് BGM കൊടുത്തായിട്ട് മലയാള സിനിമ ആയിരിക്കും രസമായിട്ടുണ്ട്. ഫൈറ്റ് സീനിലൊക്കെ ആയാലും പിന്നെ ഈ പള്ളിപ്പാടിന് ഇൻട്രോയിലും 1-2 സീനുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. അയ്യൂബ് ഖാൻ എഡിറ്റർ, ഇയാൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പടം കുറച്ച് ട്രിം ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കുഞ്ഞുണ്ണി എസ് കുമാർ സിനിമാറ്റോഗ്രാഫി, പ്രത്യേകിച്ച് കോട്ടയം പാലക്കാട് ഭാഗത്താണ് പടം. ഏറ്റുമാനൂര് പാലക്കാട് ഭാഗത്ത് ഷൂട്ട് ചെയ്യുള്ളത്. അപ്പോൾ ഒരു ഡാമിൻ്റെ ഏരിയ കാണിക്കുന്നുണ്ട്. അത് നല്ല രസമായിട്ട് ഇവരെ ചെയ്തു വെച്ചിട്ടുണ്ട്. റിയാസ് ഇസ്മത്ത് റൈറ്റർ, സ്റ്റീഫൻ ദേവസ്യാണ് മ്യൂസീഷ്യൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്നിക്കൽ ടീം വരുന്നത്. ഇതിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരാളെന്ന് വെച്ചാൽ അവിടെ പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആളുടെ പേരെന്താ വരുന്നത്, പ്രൊഡ്യൂസർ വരുന്നത് മുസാഫിർ ആരെന്തോ ആണ്. ഏതിൽ കാണില്ല. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൾ നല്ല സ്കിൽഡായ നടനും കൂടിയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. ടോട്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. പടത്തിനെ കുറിച്ച് 2-3 അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ നമുക്കൊരു ചെറിയൊരു ചെറിയൊരു നല്ല ത്രില്ലർ മൂവി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറിയ പ്രതീക്ഷയിൽ പോയാൽ വലിയ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. ആ മൈൻഡ് സെറ്റിൽ പോവുക. അപ്പം നമ്മൾ വേറെ ഒരുപാട് ത്രില്ലർ മൂവീസ് നമ്മൾ അത് കണ്ടിട്ടുണ്ട്, ഇത് കണ്ടിട്ടുണ്ട്, അങ്ങനെ കമ്പയർ ചെയ്തൊന്നും പോകണ്ട. ഇതൊരു അമൽക്കെ ജോബി സംവിധാനം ചെയ്യുന്ന ഒരു ത്രില്ലർ മൂവിയിൽ കാസ്റ്റിംഗ് ഇങ്ങനെ വരുന്നത്. ആ മൈൻഡ് സെറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ലെവലായിരിക്കും, ഒരു സംശയമില്ല. ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കുക. ശരിക്കും നമുക്ക് ആ ഫീല് കിട്ടും പടത്തിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്. അടുത്തൊരു പടത്തിൻ്റെ അപ്ഡേറ്റ് ആയിട്ടൊക്കെ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ മുകേഷ്.